ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കും വിധകൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദുബായിൽ നിന്നും ജോൺസൺ ബ്രദറും കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ 2 മക്കളുടെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട്, പ്രത്യേകിച്ച് മകൾ ശില്പയ്ക്കായിട്ടും മകൻ ജെറിൽ ജോൺസനുമായിട്ട് പ്രത്യേകമായി അവരുടെ ജോലിയിലുള്ള മുന്നേറ്റത്തിനായി, അവർ കുടുംബപരമായി എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെടുന്നതിനായും പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുന്നു. അതേപോലെ രണ്ടാമത്തെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് താൻ താമസിക്കുന്ന വീട്ടിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുകയാണ്. അതിനകത്തൊരു അത്ഭുതം ദൈവം ചെയ്യേണ്ടതിനായിട്ടും ദൈവം തന്നെയും തൻ്റെ കുടുംബത്തെ മാനിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. അതേപോലെ തന്നെ റാണി സെസനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. എല്ലാ നിലയിലും ദൈവം കരുതേണ്ടതിനായിട്ട്. അടുത്ത 4ാമത്തെ പ്രാർത്ഥന വിഷയം തനിക്ക് തൻ്റെ കയ്യിൽ നിന്ന് സാമ്പത്തികം വാങ്ങിച്ചുകൊണ്ട് പോയവർ മടക്കി കൊടുക്കുന്നതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ വിശ്വസിക്കുന്നത് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ മകനെയും കുടുംബത്തെ ദൈവം മാനിക്കും. ദൈവത്തിൻ്റെ വലിയ കരം കാണും. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജോൺസൺ ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. 2 മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മകൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം ഉയർത്തേണ്ടതിനായി, ദൈവം മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേപോലെ തന്നെ മകനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോലിയിൽ താൻ ആഗ്രഹിക്കുന്ന ഒരു ഉയർച്ചയും തൻ്റെ ദൈവം മാനിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം അയക്കുന്ന രാജ്യത്തിൽ ദൈവം ഉറപ്പിക്കേണ്ടതിനായി കർത്താവെ. അതേപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രിയ റാണി സെസനായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. പൂർണ്ണ സൗഖ്യം നൽകി, പൂർണ്ണ വിടുതൽ നൽകി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായി പ്രാർത്ഥിക്കുന്നു. അതേപോലെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവെ ജോൺസൺ ബ്രദറിൻ്റെ ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ റിന്യൂവലിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത് ഏറ്റവും അനുഗ്രഹത്തോടെ നടക്കേണ്ടതിനായി ദൈവം ഒരു അത്ഭുതം അതിനകത്ത് ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേപോലെ തൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് പോയ ആൾ തിരിച്ചത് മടക്കി കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അതിനകത്ത് ഒരത്ഭുതം ചെയ്യണമേ. കോടതി വിധികൾ തനിക്ക് അനുകൂലമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബത്തെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. വലിയൊരു വിടുതലിലേക്ക് നടത്തണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന വലിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വാക്തത്വങ്ങൾ ചലിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനൊരു പദം എൻ്റെ ഭാഷയിൽ വിളിച്ചു പറയുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്നവർക്കും മാറ്റം കൊണ്ടുവരുന്നവരായ തമ്പുരാൻ്റെ തിരുവചനവുമായിട്ടാണ് ഞാൻ നിങ്ങളും ഈ മിനിറ്റിൽ അടുക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥനയോടാണ് എന്നെ ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ ദൈവം അയക്കാൻ പോവുകയാണ്. അറിയാം, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ആക്സിഡൻ്റ് അല്ല ഇപ്പോൾ ഈ ചാനൽ അല്ലെങ്കിൽ ഈ മീഡിയ മാർഗത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറിയാം, വിശ്വസിക്കുന്നവൻ നശിക്കത്തില്ലെന്നും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കരമായ ദൈവികമായ വിസിറ്റേഷനുകൾ, ദൈവികമായ സന്ദർശനങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എങ്കിൽ വചനമയച്ച് വിടുവിക്കുന്ന, വചനമയച്ച് സൗഖ്യമാക്കുന്ന, വചനമയച്ച് ഉയർത്തുന്ന, വചനമയച്ച് പാതയെ തുറക്കുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങൾ അനുഭവിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഇപ്പോൾ തന്നെ അറിയാം പ്രാർത്ഥനയോടും ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് വരാൻ പ്രിയരെ. ദൈവത്തിൻ്റെ മുഖത്ത് നോക്കുന്ന ആരും ലജ്ജിച്ചു പോകത്തില്ല കേട്ടോ. ദൈവത്തിൻ്റെ ഹല്ലേലൂയ, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ കാത്തിരിക്കുന്ന ഒരാൾ പോലും ലജ്ജിച്ചു പോകത്തില്ലെന്ന് വചനം പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്നെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ തകർന്ന നിലയിലായിരിക്കാം, ഇനി മുമ്പോട്ട് വഴിയില്ലെന്ന് പറയുന്ന അനുഭവത്തിലായിരിക്കും. പക്ഷേ ഇന്നത്തെ മെസ്സേജ് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ വാക്തത്വങ്ങൾ ചലിക്കും. ഹല്ലേലൂയ. നിങ്ങൾ വാക്തത്വത്തിൽ ഹല്ലേലൂയ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. കാരണം നിങ്ങളോട് വാക്ക് പറഞ്ഞ ദൈവം നിങ്ങളുടെ മേലേക്ക് ചില കാറ്റിനെ അയക്കാൻ പോവുകയാണ്. വാക്തത്വങ്ങൾ ചലിപ്പിക്കുന്ന ചില കാറ്റുകൾ വെളിപ്പെടാൻ പോകുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർ ഇന്നത്തെ ചിന്തയിലേക്ക് അടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ നിലയിൽ വിശ്വസിക്കുന്നവരോട് അറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. നമ്മുടെ കുറിവാക്യത്തിലേക്ക്, വാക്തത്വങ്ങളെ ചലിപ്പിക്കുന്ന കാറ്റ്. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം
അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് വാഗ്ദത്തങ്ങളെ ചലിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കാറ്റ് എന്നുള്ള വിഷയമാണ്. നിങ്ങൾ എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കും? നാളുകൾ ചലിക്കാതെ നിൽക്കുന്ന നിങ്ങളും ഞാനും കേട്ടതും ഹല്ലേലൂയ ഇന്ന് മടുത്തുപോയതുമായ ചില വിഷയങ്ങളുടെ മേളിൽ ദൈവത്തിൻ്റെ ശക്തമേറിയ ചലനമുണ്ടാകാൻ പോവുകയാണ്. ദൈവികമായ കാറ്റുകൾ വീശുവാൻ പോവുകയാണ്. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിൻ്റെ ഒരു ശബ്ദം ഞാൻ കേട്ടു. എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ കാറ്റ് ചലിക്കുവാൻ പോകുന്നു. അറിയാം, നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വാഗ്ദത്തം കേട്ട പലവരും ഈ സമയങ്ങളിൽ മടുത്തുപോയപ്പോൾ നിനക്ക് വേണ്ടി ആ വാഗ്ദത്തത്തെ തുറക്കുവാൻ, ആ വാഗ്ദത്തത്തെ ചലിപ്പിക്കുവാനായി ദൈവികമായ കാറ്റുകൾ വീശുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആ കാറ്റ് എന്ന് ഞാൻ ഈ ദൈവികമായ കാറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒത്തിരി മേഖലകളിൽ അറിയാം ഈ കാറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മെയിനായി ഒരു 4 മേഖലകളെ തൊടുവാൻ പോവുകയാണ്. വായിച്ചു കേട്ട വാക്യം കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നോ കാറ്റ് എങ്ങോട്ട് പോകുന്നെന്നോ നാം അറിയുന്നില്ല എന്നുള്ളത് വ്യക്തമായി പറയുന്നു. എന്നാൽ അതേപോലെയാണ് ആത്മാവിൽ ജനിച്ചവനെന്ന് വ്യക്തമായി വചനം വിളിച്ചു പറയുന്നു. ഞാൻ ഇതിനകത്ത് നിന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളൊരു ദൂത് വിളിച്ചു പറയുന്നു. നിന്റെ വിടുതൽ നീ നനയ്ക്കാത്ത സ്ഥലത്ത് നിന്നാണ് തുറക്കുവാൻ പോകുന്നത്. ഇതാ, കാറ്റെവിടെ നിന്ന് വരുന്നെന്നോ കാറ്റെവിടേക്ക് പോകുന്നെന്നോ ഞാൻ നിങ്ങൾ തിരിച്ചറിയാത്തതുപോലെ നിനക്ക് വേണ്ടി ഒരു വിടുതൽ കർത്താവ് തുറക്കുവാൻ പോവുകയാണ്. ആ നിലയിൽ തന്നെ കാറ്റിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിലോട്ടൊന്ന് വയ്ക്കുവാൻ പോവുകയാണ്. യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം ശ്രദ്ധിക്കാമെങ്കിൽ ചുഴലിക്കാറ്റിൻ്റെ നടുവിൽ നിന്ന് യോബിനോട് ദൈവം ഉത്തരം പറഞ്ഞതായി കാണാൻ പറ്റും. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ശ്രദ്ധിക്കുമ്പോൾ അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരാക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ വാഗ്ദത്തത്തിൻ്റെ മേളിൽ ഒരു കാറ്റ് ചലിക്കുവാൻ പോകുകയാണ്. എത്ര പേർ എൻ്റെ കൂടെ ഈ പ്രഭാതത്തിൽ ദൈവത്തെ വിശ്വസിക്കാൻ തയ്യാറാകും? നിങ്ങളുടെ ജീവിതത്തിൽ വാഗ്ദത്തം അടുക്കുമ്പോൾ അറിയാം, സൈനുകൾ മനസ്സിലാക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒത്തിരി എതിർപ്പുകൾ കാണാൻ പറ്റും. ഹല്ലേലൂയ. അത് ചിലവരനുഭവിക്കുന്ന സ്റ്റേജുകളാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ കൊയ്ത്തെപ്പം വെളിപ്പെടുമോ അപ്പോൾ മുഴുവൻ യോർദാൻ അവർക്ക് വിരോധമായി മാറും. യോർദാൻ കരകവിഞ്ഞൊഴുകുന്നത് കാണാൻ പറ്റും. ഇതേപോലെ അറിയാം, വാഗ്ദത്തം കേട്ട ഞാനും നിങ്ങളും വാഗ്ദത്തത്തോട് അടുക്കുന്ന സമയത്ത് ഭയങ്കരമായ എതിരുകൾ കാണാൻ പറ്റും. ഹല്ലേലൂയ. യോസെഫിൻ്റെ ജീവിതത്തിനകത്ത് അവൻ കണ്ട വാഗ്ദത്തത്തിലേക്ക് അവൻ്റെ എതിരുകൾ മൂലമാണ് അവൻ്റെ വാഗ്ദത്തത്തിലേക്ക് അവൻ നടന്നു കയറുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എബ്രായ ലേഖനത്തിനകത്തൊരു ഭയങ്കര ആഴം കാണാൻ പറ്റും. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം പറഞ്ഞതും അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം പറയുമ്പോൾ അവന് മുകളിൽ വേറൊരു ദൈവം ഇല്ലാത്തതുകൊണ്ട് തൻ്റെ നാമം ചൊല്ലി ദൈവം സത്യം ചെയ്യുന്നു. ആ വാഗ്ദത്തത്തെ അബ്രഹാം ദീർഘക്ഷമയോടെ പ്രാപിച്ചത് കാണാൻ കഴിയും. എന്നാൽ എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ വാഗ്ദത്തം എങ്ങനെ പ്രാപിക്കാൻ പറ്റും എന്നുള്ളതും കാണാൻ പറ്റും. എബ്രായ ലേഖനം 6-ന്റെ 12-ാമത്തെ വാക്യം, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. അപ്പം ലേഖനകർത്താവ് വ്യക്തമായി വാഗ്ദത്തത്തെ പ്രാപിക്കുന്നതിൻ്റെ ഒരു രഹസ്യം പറയുകയാണ്. മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നവരുടെ അനുകാരികളായി തീരുവാൻ, അല്ലെങ്കിൽ ഹല്ലേലൂയ, ഇന്നലകളിൽ അറിയാം വലിയ ഭക്തന്മാർ, അല്ലെങ്കിൽ ഉൽപ്പത്തി മുതൽ നാം കാണുന്ന അനേക ഭക്തന്മാർ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചതിൻ്റെ ഒരു ആഴം, അവർ ദീർഘക്ഷമയോടുകൂടെയാണ് വാഗ്ദത്തങ്ങളെ പ്രാപിച്ചത്. നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന മടുപ്പുകളെ തെല്ലിക്കളഞ്ഞുകൊണ്ട് നാം ഇന്ന് ഒരു ഉത്സാഹം കാണിക്കാൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ, എവിടെയോ നിനക്ക് വേണ്ടി കാറ്റ് വീശുന്നത് കാണാൻ പറ്റും. എവിടെയോ നിനക്ക് വേണ്ടി കാറ്റുകൾ, ദൈവമയക്കുന്ന കാറ്റുകൾ ചലിക്കുന്നത് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അല്ലെങ്കിൽ അവർ വാഗ്ദത്തത്തിലേക്ക് മുമ്പോട്ട് പോകുന്ന ജനം അവരുടെ യാത്രയിൽ വലിയ തടസ്സങ്ങൾ കാണുന്നത് കാണാൻ പറ്റും. പക്ഷേ വാക്ക് പറഞ്ഞ ദൈവം, വാഗ്ദത്തത്തിലേക്ക് വിളിച്ച ദൈവം ഒരിക്കലും വാക്ക് മാറുന്നതായി കാണുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഇനി 4 വിധമായ കാറ്റുകളെക്കുറിച്ച് ഞാനൊന്ന് തൊടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. 1-ാമത്തെ മേഖല പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ ഹല്ലേലൂയ 21-ാമത്തെ വാക്യം. ഞാൻ ഈ വാക്യത്തിന് ഈ കാറ്റിന് പേരിട്ടിരിക്കുന്നത് ഹല്ലേലൂയ ദ വിൻഡോ ഓഫ് ഡെലിവറൻസ് എന്നാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ തുറക്കുന്ന ചില കാറ്റുകൾ നിങ്ങൾക്ക് വേണ്ടി വീശുവാൻ പോകുകയാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. മോശ കടൽമേൽ കൈനീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഈ വായിച്ചു കേട്ട വാക്യത്തിൻ്റെ ആഴമനുസരിച്ച് ഇസ്രായേൽ മക്കൾക്ക്
ഇതാ മുമ്പോട്ട് പോകേണ്ടതിന് വേണ്ടി മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് ദൈവം അവർക്ക് വേണ്ടി ആ കടലിനെ രണ്ടാക്കുന്നത് കാണാൻ കഴിയും. തൊട്ടു മുമ്പ് വരെയും ഒരു പ്രതീക്ഷയുമില്ലാത്ത, ഇനി ഒരു മാർഗമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, ഫറവോനായ ശത്രു നോക്കുമ്പോൾ ഇനി അവർക്ക് രക്ഷയില്ലെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഒറ്റ രാത്രി കൊണ്ട് വഴി തുറന്ന ഒരു കാറ്റ് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ വലിയ ചലനം നിങ്ങൾ കാണാൻ പോകുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഇതുവരെയും തുറക്കാത്ത വാതിൽ, ദൈവത്തിൻ്റെ വാതിൽ നിങ്ങളുടെ മുമ്പിൽ കാറ്റായി വെളിപ്പെട്ട് വരാൻ പോകുന്നു. സ്വീകരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഉണർന്നാട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുകയാണ്, ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഒന്നാമത്തെ കാറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു, ഇത് വിൻഡ് ഓഫ് ഡെലിവറൻസ്. അല്ലെങ്കിൽ കിഴക്കൻ കാറ്റിനെ അയച്ച് അവർക്ക് വേണ്ടി ചെങ്കൽ പാത ഒരുക്കുകയാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം വാഗ്ദത്തത്തിലേക്ക് വീണ്ടും മൂവ് ചെയ്യുകയാണ്. നിങ്ങളുടെ വഴികളെ തുറക്കുന്ന, നിങ്ങളെ മുമ്പോട്ട് നടത്തുന്ന ഒരു കാറ്റ് ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. രണ്ടാമത്തെ മേഖലയിലേക്ക് ഞാൻ ഓടി വരികയാണ്. സംഖ്യാപുസ്തകം ഹല്ലേലൂയ 11-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. പാളയത്തിൻ്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും, ഇങ്ങനെ പാളയത്തിന് ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്തു പറന്നു നിൽക്കുമാറാക്കി. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ചോദ്യത്തിൻ്റെ മുമ്പിൽ അവർക്ക് വേണ്ടിയുള്ള പ്രൊവിഷനുകൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലുകളെ ദൈവം വെളിപ്പെടുത്തുകയാണ്. ഈ കാറ്റിന് വേണ്ടി ഞാൻ പേരിട്ടിരിക്കുന്നത് ദ വിൻഡ് ഓഫ് പ്രൊവിഷൻ എന്നാണ്. ഹല്ലേലൂയ. ഇവിടെ ഈ വാക്യം വ്യക്തമായി ദൈവം അവർക്ക് വേണ്ടി ഒരു കാറ്റിന് വരുത്തിയെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ സങ്കീർത്തനക്കാരൻ ഇതിൻ്റെ വലിയ ആഴമാണ് കൊടുത്തിരിക്കുന്നത്. 78-ാം സങ്കീർത്തനം അതിൻ്റെ 26, 27, 28 വാക്യങ്ങൾ. അവൻ ആകാശത്തിൽ കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു, തൻ്റെ ശക്തിയിൽ കിഴക്കൻ കാറ്റ് വരുത്തി. 27-ാമത്തെ വാക്യം. അവൻ അവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെയും വർഷിപ്പിച്ചു. 28-ാമത്തെ വാക്യം. അവരുടെ പാളയത്തിൻ്റെ നടുവിലും പാർപ്പിടങ്ങളിൽ ചുറ്റും അവയെ പൊഴിച്ചു. സങ്കീർത്തനക്കാരൻ വ്യക്തമായി പറയാണ്, ആകാശത്തുനിന്നും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റിനെ ദൈവം വരുത്തി. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള കരുതലുകളെ വെളിപ്പെടുത്തുന്ന, നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൊവിഷനുകളെ വെളിപ്പെടുത്തുന്ന ദ വിൻഡ് ഓഫ് പ്രൊവിഷൻ നിങ്ങൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ ചലിക്കും. ഇനി മുമ്പോട്ടൊരു മാർഗമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിനക്ക് വേണ്ടി അവൻ്റെ മഹാശക്തിയുള്ള ഹല്ലേലൂയ കാറ്റുകൾ നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. നിനക്ക് വേണ്ടി വലിയ തുറവുകൾ സംഭവിക്കാൻ പോവുകയാണ്. കർത്താവേ, എന്നെ കാണുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും ഈ അത്ഭുതത്തിൻ്റെ കാറ്റ് വീശേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു മേഖല കൂടെ ഒന്ന് തുറക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇനിയൊരു മാർഗമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എസെക്കിയേൽ പ്രവാചകൻ വിളിച്ചു പറയുന്നു, റിസ്റ്റോറേഷൻ്റെ കാറ്റ്. ഹല്ലേലൂയ. നിലംപരിശായതുപോലെ കിടക്കുന്ന ചിലവർക്ക് വേണ്ടി വാഗ്ദത്തങ്ങളെ ചലിപ്പിക്കുന്ന ഒരു കാറ്റ്. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. 37-ാം അധ്യായം. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക, മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകൾ നിന്ന് വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവയുടെ മേൽ ഊതുക. അസ്ഥിത്താഴ്വരയുടെ നടുവിൽ പ്രവാചകനെ കൊണ്ടു നിർത്തി ദൈവം അവയോട് പ്രവചിക്കാൻ കൽപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ആ അസ്ഥി ഏറ്റവും ഉണങ്ങിയതും ആ താഴ്വര മുഴുവൻ നിറഞ്ഞതുമായിരുന്നു. ഇനിയൊരു മാർഗമില്ല എന്നുള്ള നിലയിൽ ലോകത്തിൻ്റെ കണ്ണുകൾക്ക് ഇനി ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പ്രവാചകനെ അയച്ചിട്ട് പറയുകയാണ്, പ്രവചിക്ക്, 4 ദിക്കിൽ നിന്നും വെളിപ്പെടുന്ന കാറ്റ് അസ്ഥികളെ ഒരു സൈന്യമാക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദ വിൻഡ് ഓഫ് റിസ്റ്റോറേഷൻ നിങ്ങളുടെ മേളിൽ വാഗ്ദത്തങ്ങളുടെ കാറ്റുകൾ വീശിയാൽ നിങ്ങൾ വീണ്ടും പഴയതിനേക്കാൾ വലിപ്പത്തിൽ എഴുന്നേറ്റ് വരും. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈ പ്രഭാതത്തിൽ ഇതേപോലൊരു കാറ്റ് വീശാൻ പോകുകയാണ്. ഹല്ലേലൂയ. 3 മേഖലകളിൽ കാറ്റിനെക്കുറിച്ച് അറിയാം. ഞാനിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു. സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവാകുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലതും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികളെ നീ അറിയുന്നില്ല. എന്നെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും എനിക്കും നിങ്ങൾക്കും അറിയത്തില്ല. അടുത്ത പദം പറയാൻ, ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവാകുന്നത് എപ്പോഴാണെന്ന് അറിയാൻ പറ്റുന്നില്ല. അടുത്ത പദം വ്യക്തമായി പറയുകയാണ്, ഹല്ലേലൂയ, ഇതൊന്നും നിനക്ക് മനസ്സിലായില്ലേലും ഇതേപോലാണ് സകലതും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നിനക്കറിയാൻ പറ്റത്തില്ല. നീ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, നീ ഒന്ന് ഉണരാൻ പറ്റുമെങ്കിൽ, ഇതാ നിനക്ക് വേണ്ടി ഒരു കാറ്റ് വീശാൻ പോകുകയാണ്. നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നതിനോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇത് നിൻ്റെ റിസ്റ്റോറേഷൻ്റെ സമയമാണ്.
ഇത് നിൻ്റെ എഴുന്നേൽപ്പിൻ്റെ സമയമാണ്. ഹല്ലേലൂയ. 3 വിധ കാറ്റുകളെക്കുറിച്ച് ചിന്തിച്ചു. വിൻഡ് ഓഫ് ഡെലിവറൻസ്, വിൻഡ് ഓഫ് പ്രൊവിഷൻ, വിൻഡ് ഓഫ് റെസ്റ്റോറേഷൻ. ഹല്ലേലൂയ. ഈ 3 വിധ കാറ്റുകളും ഒരുമിച്ച് ചലിച്ച സ്ഥലമാണ് മാളിക റൂം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ എല്ലാ നിലയിലും അവസാനിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ അവർ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഒരുമിച്ച് കാത്തിരിക്കുകയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിപ്പോകാതെ നിങ്ങൾ ഈ പട്ടണത്തിൽ ഹല്ലേലൂയ എൻ്റെ പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. നാളുകൾ കാത്തിരിക്കുന്ന തളർന്നുപോയ ചിലരോട് ഞാൻ വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവം വാക്ക് മാറത്തില്ല. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഇപ്പോൾ ആ കാറ്റ് വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഈ 3 നിലകളിലും വെളിപ്പെടുന്ന കാറ്റ് നിൻ്റെ ജീവിതത്തിൽ ഒരു ഉണർവിനെ കൊണ്ടുവരാൻ പോകുകയാണ്. നിൻ്റെ ജീവിതത്തിനകത്തൊരു വലിപ്പത്തെ കൊണ്ടുവരാൻ പോകുകയാണ്. അപ്പോസ്തലന്മാർ ഉൾപ്പെടെ 120 പേർ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുന്നു. ഈ മണിക്കൂറുകൾ കാത്തിരിക്കുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയുന്നു, തളർന്നു പോകരുത്. ഉത്സാഹം വർദ്ധിപ്പിക്കണം. നിൻ്റെ മേലിൽ ആവേശം വർദ്ധിക്കട്ടെ. നിൻ്റെ മേലിൽ ആരാധന വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 2, 3, 4 വാക്യങ്ങളോട് വായിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരുമിച്ച് കടന്നു വരാം. പെട്ടെന്ന് ഒരു കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി, ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. 3-ാമത്തെ വാക്യം, അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. 4-ാമത്തെ വാക്യം, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഈ 3 വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മാളിക റൂമിൽ കഴിഞ്ഞ ചില മണിക്കൂറുകൾ, കഴിഞ്ഞ ചില ദിവസങ്ങൾ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നവരുടെ നടുവിൽ ഹല്ലേലൂയ എല്ലാ നിലകളിലും അവരെ നിറയ്ക്കുന്ന, അവരുടെ ഭാരത്തെ നീക്കുന്ന, എല്ലാ നിലകളിലും ചലിക്കുന്ന ഒരു കാറ്റ് ആ വീടിനെ നിറച്ചു, ആ മുറിയെ നിറച്ചു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ കാറ്റിപ്പോൾ ചലിക്കാൻ പോവുകയാണ്. ഞാൻ ഒന്നുകൂടെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ നിലകളിൽ കാറ്റ് നിൻ്റെ മേളിൽ വെളിപ്പെട്ടാൽ, ഒരാത്മാവിൻ്റെ ചലനം നിൻ്റെ മേളിൽ വെളിപ്പെട്ടാൽ, ഞാൻ വിളിച്ചു പറയുന്നു, അതിൻ്റെ കാണുന്ന ഒരു സൈനാണ് അന്യഭാഷ. അന്യഭാഷയിൽ ചലിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, അന്യഭാഷയിൽ നിറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, നിൻ്റെ ജീവിതത്തിനകത്ത് വിൻഡ് ഓഫ് ഡെലിവറൻസ്, വിൻഡ് ഓഫ് പ്രൊവിഷൻ, വിൻഡ് ഓഫ് റെസ്റ്റോറേഷൻ ഈ പ്രഭാതത്തിൽ ചലിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരു വലിയ നിറവ് ആ മാളിക റൂമിൽ വെളിപ്പെട്ടു. എല്ലാ നിലകളിലുള്ള വഴികൾ അവർക്ക് തുറന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരു കൊടിയ കാറ്റ് നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വാഗ്ദത്തങ്ങളിൽ നിന്ന് നിങ്ങളുടെ മേളിൽ പകരപ്പെട്ട വാഗ്ദത്തങ്ങളെ നിങ്ങൾ അനുഭവിക്കാനും കണ്ണുകൊണ്ട് കാണാനും നിങ്ങൾ അതിലേക്ക് കാൽ വയ്ക്കുകയും ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വാഗ്ദത്തങ്ങളെ ചലിപ്പിക്കുന്ന കാറ്റ് ഈ പ്രഭാതത്തിൽ ചലിക്കുന്നു. പ്രിയരേ, ഈ വചനങ്ങൾ നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളിലേക്ക് നമ്മൾ വരാൻ പോകുന്നു. അതിനുശേഷം വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്നാട്ടെ. ദൈവനാമത്തിന് മഹത്വം. എൻ്റെ മകൻ 2024 ആഗസ്റ്റ് 1-ാം തീയതി അബുദാബിയിൽ ഒരു ജോലിക്കായി പോയി. അവിടെ ചെന്നതും അവന് മാനസികമായ എന്തോ ഒരു വിഭ്രാന്തി ഉണ്ടായി. ജോലി ചെയ്യാൻ പറ്റിയില്ല. നാട്ടിൽ തിരിച്ചു വരണമെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ 2.5 ലക്ഷം രൂപ കടമെടുത്ത് പറഞ്ഞു വിട്ടതാണ് മകനെ അവിടെ നിൽക്കാൻ. ഞങ്ങളെല്ലാവരും പറഞ്ഞു നോക്കി, അവന് നിൽക്കാൻ പറ്റൂല, ആത്മഹത്യ ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഇവിടെ ബ്രദറോട് വിളിച്ച് പറഞ്ഞു, സുധ സിസ്റ്ററോടും എന്നെ വിളിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. 15 ദിവസം ആ കമ്പനി അവന് നാട്ടിൽ പോകാൻ ഒരു അവധി കൊടുത്തു. ആദ്യമായി പോയ ആളാണ്. 15 ദിവസത്തെ അവധിക്ക് അവൻ നാട്ടിൽ വന്നിട്ട് 15 ദിവസമായപ്പോഴും അവന് പോകാനുള്ള മനസ്സില്ല. തിരിച്ചു ചെന്നാൽ അവൻ പിന്നെ ജോലി ചെയ്യാൻ പറ്റുമെന്ന് അവന് തോന്നിയില്ല. അങ്ങനെ വിളിച്ച് ആ കമ്പനിയിൽ പറഞ്ഞപ്പോൾ 15 ദിവസം കൂടി അവന് നീട്ടിക്കൊടുത്ത് അവൻ ഇവിടെ വന്ന് പാസ്റ്റർ മുമ്പ് പ്രാർത്ഥിച്ച് അവൻ തിരിച്ചു പോയി. ഇപ്പം 3 മാസമായി അവൻ അവിടെ ജോലി ചെയ്യുന്ന ഒരു കുഴപ്പമില്ലാതെ. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. എൻ്റെ വീടും വസ്തുവും ബാങ്കിൽ കടത്തിലായിരുന്നു. ഈ ബാങ്കുകാർ ഡിസംബർ 24-ാം തീയതി ഒരറിയിപ്പും തരാതെ എന്നെ എൻ്റെ കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കി, വീട് പൂട്ടി. ഇപ്പം ഞാൻ ബന്ധുക്കളെ വീട്ടിലാണ് ഞാനും എൻ്റെ മക്കളും താമസിക്കുന്നത്. പ്രസവിച്ച് കിടന്ന എൻ്റെ മകളെ പൊടിക്കുഞ്ഞുൾപ്പെടെ ബാങ്കുകാർ ഇറക്കി വിട്ട്. പക്ഷേ എൻ്റെ ആ വീടും വസ്തുവും വിറ്റാൽ മാത്രമേ എനിക്ക് ബാങ്കിൽ പൈസ അടയ്ക്കാൻ പറ്റൂ. ഈ 31-ാം തീയതി ബാങ്ക് പൈസ അടച്ചില്ലെങ്കിൽ വീടും വസ്തുവും ലേലത്തിലാവുമെന്ന് പറഞ്ഞു. ഞാൻ ഈ വിവരം വിളിച്ച്
പാസ്റ്ററോട് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു ഒരു അത്ഭുതം നടക്കുമെന്ന്. ഈ 25-ാം തീയതി ഒരു പാർട്ടിക്കാർ വന്ന് എൻ്റെ വീടും വസ്തുവും മേടിക്കാൻ അഡ്വാൻസ് തന്നു. 31-ാം തീയതി പൈസ ബാങ്ക് അടച്ച് ഇനി എനിക്കൊരു ഭവനം മേടിക്കണം. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് മനസ്സിലായോ? അറിയാം, വീടും വസ്തുവും വാസ്തവത്തിൽ വിൽക്കാൻ കഴിയത്തില്ലായിരുന്നു. കാരണം അയലത്തുകാർ സമ്മതിക്കത്തില്ല. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഹല്ലേലൂയ. അവരത് വില താത്തുകയാണ്, ഒരു രീതിയിലൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ കർത്താവ് 25-ാം തീയതിക്ക് മുമ്പേ അതിനകത്ത് അത്ഭുതം ചെയ്യുകയും ഇന്ന് സിസ്റ്ററിന് പുതിയ ഭവനത്തിനുള്ള വഴി അറിയാം. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ മകളുടെ നേരേക്കൊന്ന് കരം നീട്ടാൻ പറ്റുന്നവരുണ്ടോ? ഇതാ സാക്ഷ്യം എന്ന് പറയുന്നത്. ൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. കഴിഞ്ഞ ബുധനാഴ്ച എൻ്റെ മകൻ ഒരു കണ്ടെയ്നർ ലോറിയുടെ ഇവൻ്റെ കണ്ടെയ്നർ ലോറി ഇവൻ്റെ മിററിൽ വന്ന് തട്ടുകയും ഇവൻ താഴെ വീഴുകയും അൺകോൺഷ്യസ് ആവുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ശേഷമാണ് ഇവന് ബോധം വന്നത്. പിന്നെ അത് കഴിഞ്ഞ് CT സ്കാൻ ചെയ്തു, എല്ലാ ചെക്കപ്പും നടത്തി. യാതൊരു കുഴപ്പമില്ലാണ്ട് കർത്താവ് അവനെ രക്ഷിച്ചു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. അതുപോലെ റോയി പാസ്റ്ററിനും കുടുംബത്തിനും നന്ദി, അതുപോലെ ജോബി പാസ്റ്ററിനും കുടുംബത്തിനും നന്ദി പറയുന്നു. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതത്തിനായിട്ട് നന്ദി. ഞാനിന്ന് ജീവനോടെ നിൽക്കുന്നത് എൻ്റെ ഒരു സാക്ഷ്യമാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം ഞാൻ ഈ സഭയിൽ വന്നത് എങ്ങനെയാണെന്ന് ദൈവദാസനും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനിവിടെ വന്ന് എനിക്ക് ഇരിക്കാൻ വയ്യാതെ ഞാൻ ഒരേ കിടപ്പിലായിരുന്നു. ദൈവദാസൻ പ്രാർത്ഥിച്ച് അങ്ങനെ എനിക്ക് പരിപൂർണമായ ഒരു വിടുതൽ തന്നു. ഇന്ന് ഞാൻ ജീവനോടെ നിൽക്കുന്ന എൻ്റെ ദൈവദാസൻ്റെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ കരുണയും എന്നാണ്. ദൈവദാസനെ എൻ്റെ കാണപ്പെട്ട ദൈവം പോലാണെന്ന് ഞാൻ കണ്ടിരിക്കുന്നത്. ദൈവം ചെയ്യുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതിന് കുറഞ്ഞു അങ്ങനെ ഞാൻ പുനലൂരാണ് താമസിക്കുന്നില്ല. എൻ്റെ അനിയത്തി സിനിമയുടെ കൂടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അവിടെ വന്നാണ് ഇവിടെ എറണാകുളത്ത് ആദ്യം വരാൻ സാധിച്ചത്. പിന്നെ ഞാൻ അങ്ങ് പുനലൂർ പോയി. അവിടെ ചെന്നെങ്കിലും ഒരു പ്രാവശ്യം ഞാൻ കൊല്ലത്ത് പോയി, പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ വീട്ടിലിരുന്ന് സൂമിലിരുന്ന് എല്ലാ ആരാധനയും കാണും, പ്രാർത്ഥിക്കും. എല്ലാ ആവശ്യങ്ങൾക്കൊക്കെ മതിയാനായി കൂടെ ഇരുന്ന് ഒരു ദിവസം എനിക്ക് സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുണ്ടായി. ആരാധനയ്ക്ക് പോകുമ്പോൾ സ്തോത്രാഴ്ച ഇടാൻ പോലും പൈസ ഇല്ലാതെ വിഷമിച്ച സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം എനിക്ക് അത്ഭുതം പ്രവർത്തിച്ചു. പ്രിയരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിച്ചെന്ന് വിശ്വസിക്കുന്നു. കാരണം വിശ്വാസമാണ് ആരംഭങ്ങൾ ഉളവാക്കുന്നത്. വിശ്വസിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നീ കാണാൻ പോവുകയാണ്. അറിയാം, മഹത്വം വെളിപ്പെട്ട് വരുന്നത് കാണാൻ പറ്റും കേട്ടോ. ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ. ഇന്ന് രോഗികളായി നിൽക്കുന്നവർ, നിങ്ങൾ ആ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് കൈവയ്ക്കണം. 2025 നീ രോഗിയായി തുടരത്തില്ല. നിന്നെ മഹത്വം സൗഖ്യമാക്കാൻ പോവുകയാണ്, നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഒന്ന് വിശ്വസിക്കണം. ഈ വചനം എന്തോ പറഞ്ഞിട്ടുണ്ടോ അതെൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് അങ്ങനെ തന്നെ വിശ്വസിക്കുക. ആരെല്ലാം നിങ്ങളെ നോക്കി എന്തെല്ലാം നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ ഈ 2025 എൻ്റെ സാഹചര്യങ്ങൾ ഒത്തിരി വിരോധമാണ്. അറിയോ, ഒത്തിരി അസാധ്യതകൾ എനിക്ക് ഈ വർഷത്തിൻ്റെ ആരംഭമുണ്ട്. പക്ഷേ ഈ 2025 തീരുന്നതിന് മുമ്പേ മഹത്വം കണ്ട സാക്ഷിയായി തീരുമാനമായിട്ട് ഈ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനം ദൈവമാണ്, അത് നടക്കുമെന്ന് വിശ്വസിക്കുന്നു. രോഗമുള്ളവർ ഇപ്പോൾ തന്നെ കൈവയ്ക്കുക. നിങ്ങൾ വലിയ സൗഖ്യം കാണാൻ പോകുന്നു, വലിയ വിടുതൽ കാണാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. മഹത്വം കണ്ടവരായി തീരുവാൻ, വലിയ അത്ഭുതം കണ്ടവരായി തീരുവാൻ, ഇവരുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തികൾ എഴുന്നേറ്റ് വരട്ടെ. ഇവർ ദൈവത്തിനുള്ളവരാണെന്ന് ഇവർ തിരിച്ചറിയട്ടെ. കർത്താവെ, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ രോഗികൾ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ടെന്നുള്ള ആഴം വെളിപ്പെട്ട് വരട്ടെ. തമ്പുരാനെ, ഇവരെ അങ്ങ് വിലയ്ക്ക് വാങ്ങിച്ചത് അങ്ങയുടെ രക്തത്തിലാണല്ലോ. അങ്ങയുടെ മഹത്വം ഓരോ മക്കളുടെ മേലേക്കും വെളിപ്പെട്ട് വരട്ടെ. ഞാൻ അറിയാം, ബിനു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ആ മകന് വേണ്ടി ഇപ്പോൾ സൗഖ്യം നടക്കുകയാണ്. കർത്താവെ, ഞാൻ അനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെട്ടിറമേ അപ്പ. കർത്താവെ, അങ്ങയുടെ കരം ഹല്ലേലൂയ ഇപ്പോൾ തന്നെ അത്ഭുതം. സന്തോഷത്തിന് വേണ്ടി വലിയ വാതിലുകൾ ദൈവം തുറക്കാൻ പോകുന്നു. ഹല്ലേലൂയ. സിബി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സിബിക്ക് വേണ്ടി വിദേശത്തേക്കുള്ള മാർഗങ്ങൾ ദൈവം തുറന്നു കൊടുക്കുകയാണ്. കർത്താവെ, ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ കർത്താവെ, സുജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുജ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യം നടക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയ വഴികൾ തുറക്കുകയാണ്. കർത്താവെ, ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തണമേ. കർത്താവെ, ഇവരുടെ ഭവനം മഹത്വം വെളിപ്പെടുത്തുന്നതാകട്ടെ അപ്പാ. ഇവരുടെ ദീനങ്ങൾ, ഇവരുടെ പ്രശ്നങ്ങൾ, ഇവരുടെ കടബാധ്യതകൾ മുഴുവൻ
മഹത്വം പരിഹരിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം ഹല്ലേലൂയ ഇവരുടെ കടബാധ്യതകളെ തീർക്കുന്നതിനായി സ്തോത്രം. ഇവർ ആ ഭവനത്തിനകത്ത് നിൽക്കുന്ന എല്ലാ കലഹങ്ങളും എല്ലാ ദുരാത്മാക്കളുടെ ശക്തികളും ഇപ്പോൾ മഹത്വത്തിൽ അവസാനിക്കും. കാരണം സമുദ്രത്തിൽ വെള്ളം നിറയുന്നത് പോലെ ദൈവത്തിൻ്റെ മഹത്വം ഓരോ ഭവനങ്ങളിൽ വെളിപ്പെട്ട് വരികയാണ്. ഇരുട്ടിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ തന്നെ ചിലർ വിടുതലുകൾ കാണുകയാണ്. നിങ്ങളുടെ ബിസിനസ് തകർന്ന അനുഭവത്തിനകത്ത് പുത്തൻ വഴികൾ തുറക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പുതിയ ഇൻ്റർവ്യൂകളുടെ വാതിലുകൾ തുറക്കുന്നു. ആ എക്സാം നിങ്ങൾ പാസ്സാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഷീലയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം സംഭവിക്കട്ടെ. ഷീലെ അറിയാം, കഴിഞ്ഞ 30 വർഷം നടക്കാത്തത് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അമൽ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. അമലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിടുതൽ നടക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ഞാൻ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ ഓരോ മക്കളുടെ മുന്നിലേക്കും വെളിപ്പെടുത്തുകയാണ്. കർത്താവെ, അറിയാം, സാലി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സാലിക്ക് വേണ്ടി പുത്തൻ നന്മകൾ നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. പ്രത്യേകിച്ച് ഈ അരയ്ക്ക് താഴ്പോട്ട് തളർച്ചയുമായിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത 2 വ്യക്തികൾ ഇപ്പോൾ മഹത്വം തൊടുന്നു. അവർ എഴുന്നേറ്റ് വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തെ സ്വീകരിക്കുക. അടിപ്പിണരാൽ സൗഖ്യമുണ്ടെന്ന് വചനം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വചനത്തിന് മാറാൻ പറ്റത്തില്ല. ഇപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ മഹത്വമായി വെളിപ്പെട്ട് വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ സംഭവിക്കട്ടെ. കർത്താവ് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരേ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ വലിയ വിടുതലുകൾ സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ 811 എന്ന് കാണുന്ന നമ്പറുകളിലേക്ക് 811 എന്ന് കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിച്ചാൽ നമ്മുടെ പ്രാർത്ഥനാ സഹായികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതേപോലെ തന്നെ 9072 നിങ്ങൾക്ക് മെസ്സേജാണ് അയക്കാൻ പറ്റുന്നത്. എവിടെ നിന്ന് വേണമെങ്കിലും മെസ്സേജ് അയച്ചിട്ട് അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതാണ്. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ, അധികത്തിൽ ഉയർത്തട്ടെ. അതേപോലെ ഈ എപ്പിസോഡുകൾക്ക് വേണ്ടി സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളും ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തെന്ന് ഓർപ്പിക്കുന്നു. ഈ പ്രയറിന് നേരിട്ട് കടന്നു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ട് കടന്നു വരുന്നത് ഓർപ്പിക്കുന്നു. എറണാകുളത്തും തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശ്ശൂരിലും ഒക്കെ നമ്മുടെ ആരാധനകൾ നടക്കുകയാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവത്തിന് വലിയ പ്രവൃത്തികൾ കാണട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.